നമസ്കാരം. നമ്മൾ എല്ലാവരും അറിഞ്ഞു, നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ഏക പ്രതിയായ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നതിന് പകരം എല്ലാവർക്കും ആശങ്കയാണ്, സംശയമാണ്. ഇവനെ തൂക്കിക്കൊല്ലുമോ? എത്രയോ പേരെ ഇങ്ങനെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റുന്നു. അവസാനമായിട്ട് ഗ്രീഷ്മയായിരുന്നു. അവൾ ഇപ്പോഴും മട്ടനും ചിക്കനും ഒക്കെ കഴിച്ച് നാട്ടുകാരുടെ പൈസയിൽ സുഖിച്ച് ജീവിക്കുകയാണ്. ഇവരെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റേണ്ടതായിട്ടുണ്ടോ? ഇങ്ങനെ വധശിക്ഷ വിധിക്കുന്ന ഒരാൾക്ക് എന്താണ് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാത്തത്? കേരളത്തിൽ എത്ര വധശിക്ഷകൾ നടപ്പിലാക്കിയിട്ടുണ്ട്? കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ എത്ര പേർക്ക് തൂക്കുകയർ കിട്ടിയിട്ടുണ്ട്, അവരെ തൂക്കി കൊന്നിട്ടുണ്ട് തുടങ്ങിയ ആശങ്കകളൊക്കെ നമ്മളിൽ എല്ലാവരിലും വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. അതിന് അടിസ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്യാനാവില്ല. കാരണം നമ്മുടെയൊക്കെ വെറുപ്പ് സമ്പാദിച്ച, ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത കൊലകളും കൂട്ടക്കൊലകളും ഒക്കെ നടത്തിയ ആളുകൾ നമ്മുടെ ചെലവിൽ ജയിലുകളിൽ സുഖിച്ചങ്ങനെ കഴിയുമ്പോൾ നമുക്കൊന്നും ഉണ്ടാകുന്ന ടെൻഷൻ വെറുതെ ആണെന്ന് പറയാനാവില്ലല്ലോ. എന്താണെങ്കിലും ചെന്താമരയുടെ വിധിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി ചെന്താമരയുടെ മുന്നോട്ടുള്ള പോക്ക് എന്തൊക്കെയായിരിക്കും എന്നുകൂടി അറിയാം. ഈ ചെന്താമരയെ വധശിക്ഷയ്ക്ക് വിധിച്ചതോടെ ഇനി ഒരിക്കലും ചെന്താമരയുടെ ഭീഷണിയും ശല്യവും ഒന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട സുധാകരന്റെ പാവം പെൺമക്കൾ. മക്കൾക്ക് സംരക്ഷണം ഒരുക്കുക സർക്കാരിന്റെ കടമയാണെന്ന് കോടതി തന്നെ ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വധശിക്ഷ വിധിച്ചത് കൊണ്ട് മാത്രം ചെന്താമരയുടെ ജീവിതം അവസാനിച്ചു എന്ന് അർത്ഥമില്ല. വിചാരണ കോടതി വിധിച്ച വധശിക്ഷ അന്തിമമല്ല. ഇനിയുമുണ്ട് വർഷങ്ങൾ നീളുന്ന കടമ്പകൾ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഈ കുറ്റവാളിയെ ഉടൻ തന്നെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ജയിലിലെത്തുന്ന ആദ്യഘട്ടത്തിൽ തന്നെ വധശിക്ഷ എന്ന വിധിക്കെതിരെ സ്വന്തം നിലയിൽ അപ്പീൽ പോകുന്നുണ്ടോ എന്ന് ഈ കുറ്റവാളിയോട് ജയിൽ അധികൃതർ ചോദിക്കും. സ്വന്തം നിലയിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. അതല്ല, സ്വന്തമായി അപ്പീൽ നൽകാൻ കഴിവില്ലെങ്കിൽ ജയിൽ വകുപ്പ് തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി വഴി അപ്പീലിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഏറ്റവും ആദ്യം അപ്പീൽ നൽകേണ്ടത് ഹൈക്കോടതിയിലാണ്. DSR അഥവാ ഡെത്ത് സെന്റൻസ് റിവ്യൂ പെറ്റീഷൻ എന്നാണ് അതിന് പറയുന്നത്. അത് പരിഗണിച്ച ശേഷം ഹൈക്കോടതി പ്രധാനമായിട്ടും 4 പഠന റിപ്പോർട്ടുകൾ ആവശ്യപ്പെടും. ഒന്ന്, പ്രതിയുടെ കുടുംബ സാമൂഹ്യ സാഹചര്യം, വധശിക്ഷ നടപ്പിലാക്കിയാൽ കുടുംബത്തിനുണ്ടാകുന്ന ആഘാതം, ഇവയെല്ലാം വിശദമായി പഠിച്ച് സാമൂഹ്യനീതി വകുപ്പ് റിപ്പോർട്ട് നൽകണം. 2, കുറ്റവാളിയുടെ ജയിലിലെ സ്വഭാവം, പശ്ചാത്താപത്തിനും തിരുത്തലിനുമുള്ള സാഹചര്യമുണ്ടോ എന്നൊക്കെ വിശദമായി പരിശോധിച്ച് ജയിൽ വകുപ്പ് റിപ്പോർട്ട് നൽകണം. 3, കുറ്റവാളിയെ നിശ്ചിത ഇടവേളകളിൽ പരിശോധിച്ച് പ്രത്യേക മെഡിക്കൽ സംഘം ആരോഗ്യ മാനസിക നിലയെക്കുറിച്ച് റിപ്പോർട്ട് നൽകണം. 4, ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രോജക്ട് 39 എന്ന ഏജൻസിയോടും റിപ്പോർട്ട് ആവശ്യപ്പെടും. ഈ റിപ്പോർട്ടുകളും അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസ് എന്ന് ഉറപ്പിക്കാമോ എന്നുള്ള നിയമവശവും പരിഗണിച്ചായിരിക്കും ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചാലും നടപടി അവിടെയും അവസാനിക്കില്ല. കുറ്റവാളിക്ക് ഹൈക്കോടതി തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതി തീരുമാനം എതിരായാൽ ഗവർണർക്കും, ഗവർണർ കഴിഞ്ഞാൽ രാഷ്ട്രപതിക്കും ദയാഹർജി നൽകാം. രാഷ്ട്രപതിയും ദയാഹർജി തള്ളിയാൽ അതിനെതിരെ തിരുത്തൽ ഹർജിയുമായി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാം. അവിടെയും ഈ വധശിക്ഷ ശരിവെച്ചാൽ മാത്രമേ വധശിക്ഷയ്ക്ക് അന്തിമ അംഗീകാരമാകൂ. കേരളത്തിൽ കണ്ണൂർ, പൂജപ്പുര സെൻട്രൽ ജയിലുകളിൽ മാത്രമാണ് കഴുമരം എന്നൊക്കെ നമ്മൾ പറയുന്ന തൂക്കിലേറ്റാനുള്ള സംവിധാനമുള്ളത്. ജയിൽ വളപ്പിൽ തന്നെയുള്ള ഒരു പ്രത്യേക ഇരുട്ടുമുറിയാണത്. 1978 അളകേശൻ എന്ന ആളെ തൂക്കിലേറ്റിയതാണ് പൂജപ്പുരയിൽ അവസാനമായിട്ട് നടന്ന വധശിക്ഷ. ഓർക്കണം, 1991 ജൂലൈ 6 റിപ്പർ ചന്ദ്രൻ എന്ന കൊലപാതകിയെ കണ്ണൂരിൽ വെച്ച് തൂക്കിലേറ്റിയ ശേഷം അതും ഉപയോഗിച്ചിട്ടേയില്ല. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ പ്രതി ചെന്താമരയെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്കാണ് മാറ്റുക. മറ്റ് 2 പേർ കൂടി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ കഴിയുന്നുണ്ട്. 37 തടവുകാരാണ് സംസ്ഥാനത്ത് വിവിധ ജയിലുകളിലായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 24 പേരുണ്ട്, വിയ്യൂർ ജയിലിൽ 4 പേരുണ്ട്, കണ്ണൂരിൽ 3, തവനൂർ ജയിലിൽ 1. വിയ്യൂർ സുരക്ഷാ ജയിലിൽ 2 പേരും തിരുവനന്തപുരം വനിതാ ജയിലിൽ 3 പേരുമാണ് വധശിക്ഷ കാത്ത് കഴിയുന്നത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ചെന്താമരയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതി 20 ലക്ഷം രൂപ സുധാകരന്റെ മക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും വിധിച്ചിട്ടുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം വരെ തടവ് അനുഭവിക്കണം. ചെന്താമര വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പ്രതിക്ക് കുറ്റബോധമില്ലെന്നും മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കൊലപാതക കേസുകൾ റഫർ ചെയ്ത ശേഷമാണ് ഈ വധശിക്ഷ വിധിച്ചത്. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ ചെന്താമര എന്ന് പറയുന്നവന് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. ചെയ്ത കുറ്റം ചെന്താമര ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കോടതിയെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ ശേഷമുള്ള ചെന്താമരയുടെ പ്രതികരണം ഉണ്ടായത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല, എന്നെ തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം.
എന്നെയും തൂക്കിലേറ്റിക്കോ, അല്ലെങ്കിൽ മറ്റുള്ളവരെയും ഞാൻ കൊല്ലും എന്നൊക്കെയുള്ള തരത്തിൽ ഭീഷണിയും അയാൾ തുടങ്ങി. ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിടും കാണിക്കാൻ ഞാൻ ഗാന്ധിജിയല്ല, എഴുതാൻ പറ്റുന്നത് എഴുതിക്കുക എന്ന ചെന്താമര കോടതിയോട് പറഞ്ഞത്. തനിക്ക് തടസ്സം നിൽക്കുന്നവരെ എല്ലാം ഇല്ലാതാക്കുമെന്നും അയാൾ കോടതിയിൽ പറഞ്ഞു. ഇത്രത്തോളം ധൈര്യത്തോടുകൂടി അയാൾ ഒരു കോടതിയിൽ നിന്ന് പോലും സംസാരിക്കണമെങ്കിൽ അയാൾക്കറിയാം, നമ്മുടെ നിയമവശങ്ങളെയൊക്കെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കോടതിയുടെ ഉത്തരവിനെ അല്ലെങ്കിൽ കോടതിയുടെ വിധിയെ ഒന്നും ചോദ്യം ചെയ്യുകയല്ല, നമുക്കുള്ള നിരാശ പ്രകടിപ്പിക്കുകയാണ്, പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഗ്രീഷ്മയുടെ കാര്യമൊക്കെ നമുക്കറിയാം. ഷാരോണിനെ അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു. ആ പാവത്തിന്റെ നാക്കും ആന്തരികാവയവങ്ങളും ഒക്കെ വരെ ദ്രവിച്ചാണ് അത് മരണപ്പെട്ടത്. ഇവളാണ് കൊന്നതെന്ന് അറിയാതെ പോലും ആ പാവം ഇവിടെ നിന്ന് വിടവാങ്ങി. അവൾ ഇപ്പോഴും ജയിലിൽ നല്ല സന്തോഷമായിട്ട് സുഖിച്ച് ജീവിക്കുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ അവൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇന്നലെ ഒരു വലിയ ബഹളം നടക്കുന്ന കണ്ടു ഒരു കോടതി വളപ്പില്. ആ ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ നിധിൻ രാജ് എന്ന ആ പയ്യന്റെ അകാലത്തിലുള്ള മരണം നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചതാണ്. അതിന് കാരണക്കാരനായ പ്രതിയാണ് ഡോക്ടർ MK റാം. 3 മാസമായിട്ട് അയാൾ ഒളിവിലായിരുന്നു. അയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ കറക്റ്റ് ചെയ്യേണ്ട നിയമ നടപടികളൊന്നും പാലിക്കാതെയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് കോടതി അയാളെ വിട്ടയക്കുകയായിരുന്നു. വിട്ടയച്ച പുറകെ വീണ്ടും ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പുറകെ ഇയാളുടെ വീട്ടുകാരെല്ലാം കൂടെ വലിയൊരു ഡ്രാമയാണ് നടത്തിയത്. കരച്ചിലും പിഴിച്ചിലും, അയാൾക്ക് വയ്യാത്ത മനുഷ്യനാണ്, അയാളെ വലിച്ചുകൊണ്ടുപോയി ഇഴച്ചുകൊണ്ടുപോയി. ആ ഒരു ചെറിയ വേദനയിൽ പോലും ഇവർ ഇത്രയും വിഷമിക്കുന്നു, അല്ലെങ്കിൽ വിഷമിക്കുന്നതായിട്ട് നടിക്കുന്നു. അപ്പോൾ ആ ഒരു കൊച്ചിനെ നഷ്ടപ്പെട്ട ആ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ആയിരിക്കും? അതെന്താണ് ഇവർ മനസ്സിലാക്കാത്തത്? നമുക്കുണ്ടാകുന്ന ചെറിയ വിഷമങ്ങൾ വരെ വലുതാണ്, നമ്മൾ പെരുപ്പിച്ച് കാണിക്കും. പക്ഷെ നമ്മൾ മൂലം മറ്റൊരാൾക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായാലും അതിനെ നമ്മൾ കണക്കാക്കുകയില്ല. ആ രീതി മാറണം. ബഹുമാനപ്പെട്ട നീതിപീഠത്തോടുള്ള ഞങ്ങളുടെ സർവ്വസാധാരണക്കാരുടെ ഒരു അപേക്ഷയാണ്, ഈ രീതിയിലൊക്കെ ഇവിടെ മാറ്റം വരണം. വധശിക്ഷയ്ക്ക് വിധിച്ചാൽ വധശിക്ഷ തന്നെ. അതിനോടുള്ള ആ ഒരു കാലതാമസം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. അവർ ഈ തുടർന്ന് ജീവിക്കുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ്. അവർ കഴിക്കുന്ന ഓരോ അരിമണിയിലും ഞങ്ങളുടെ എല്ലാം വിയർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അപേക്ഷ നടത്താനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇവിടെ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ഇരകളാകേണ്ടി വരുന്ന ഓരോരുത്തർക്കും നീതി ഉറപ്പാക്കണം. ഇവർ ഓരോരുത്തർ ഈ കൊലപാതകികളായിട്ടുള്ള ക്രൂരന്മാർ, വന്യമൃഗങ്ങളെക്കാൾ ക്രൂരന്മാരായിട്ടുള്ള ഈ ഇരുകാലി മൃഗങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് നീതി നിഷേധിക്കുക തന്നെയാണ്. അവരുടെ ആത്മാക്കൾ ഉണ്ടെങ്കിൽ അതിനു പോലും ശാന്തി ലഭിക്കില്ല. അത്ര വലിയ ഒരു വല്ലാത്ത ഒരു സമ്മർദ്ദമാണ് നമ്മളിൽ ഇവന്മാരുടെയൊക്കെ മുഖം, അല്ലെങ്കിൽ ഇനിയും ഇവന്മാർ ഭൂമിയിൽ കുറെ നാൾ കൂടി നമ്മുടെ ആഹാരം കഴിച്ച് ജീവിച്ചിരിക്കുമല്ലോ എന്ന ചിന്ത ഉണ്ടാക്കുന്നത്. കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് പോലും ഈ ചെന്താമര എന്ന് പറയുന്നവന് യാതൊരു കൂസലും ഇല്ലായിരുന്നു. അവൻ എല്ലാവരെയും കൈ കാണിക്കുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. കാരണം അവനറിയാം മുന്നോട്ട് ഇനിയും കാലം കിടക്കുന്നുവെന്ന്. ഞാൻ ഇനിയും പുറത്തിറങ്ങിയാൽ ബാക്കിയുള്ളവരെ കൂടി കൊല്ലുമെന്ന് ഉറക്കെ പറയണമെങ്കിൽ അവൻ്റെ മാനസികാവസ്ഥ എന്താണ്? അവന് ഭ്രാന്തും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. അവൻ്റെ അഹങ്കാരമാണ്, അവൻ്റെ ധാർഷ്ട്യമാണ്, അവൻ്റെ ഇവിടുത്തെ നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള ഒരു പ്രതീക്ഷയാണ് അവനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ആ പ്രതീക്ഷ ഇല്ലാതാക്കണം. ഒരു കുറ്റവാളി പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. ഇവനൊക്കെ ജീവിച്ചിരുന്നിട്ട് ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് ഇവർ ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഒരു മാനസാന്തരത്തിന് പോലും ചാൻസ് ഇല്ലെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ഇവനൊന്നും ഇനി നന്നാവില്ല, ഇവനൊന്നും ജീവിക്കേണ്ടവനല്ല. മനുഷ്യന്റെ അവകാശങ്ങൾക്ക് ഇന്ത്യയിലെ നീതിന്യായ പീഠം അങ്ങേയറ്റത്തെ പരിഗണനയാണ് കൊടുക്കുന്നത്. പരിഗണന കൊടുത്തോളൂ. പക്ഷെ ഒട്ടും പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്ത ആളുകളൊക്കെ ഇവിടെ ജീവിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം കോടതി ഒരിക്കൽ കൂടി ഒന്ന് സ്വയം ചോദിക്കണം. ഞങ്ങളായ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ എല്ലാം ആശങ്കയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നു.